ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 7ാമത്തെ പാഠമാണ്. അളവ് കണക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മാത്സിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഭിന്ന നീളങ്ങൾ എന്താണ് മക്കളെ? ഭിന്ന നീളങ്ങൾ നോക്കിക്കേ. നമുക്കവിടെ ഒരു പെൻസിൽ സ്കെയിലിനടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പെൻസിലിൻ്റെ നീളം എത്രയാണ്? നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താ തോന്നുക? 7 സെൻറ്റിമീറ്റർ എന്നാണ് അല്ലേ തോന്നുക. എന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ 7 സെൻറ്റിമീറ്ററിനേക്കാൾ അല്പം കൂടുതലുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാവും. എന്നാൽ 8 സെൻറ്റിമീറ്റർ ആയിട്ടില്ലതാനും. അല്പം കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നോക്കിക്കേ, 7 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണെന്ന് കാണും. അതായത് 2 സെൻറ്റിമീറ്ററുകൾക്കിടയിലുള്ള ആ ചെറിയ നീളങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. മില്ലിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ആ 2 ചെറിയ നീളങ്ങൾക്കിടയിലുള്ള ദൂരം 1 മില്ലിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആവുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പെൻസിലിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് സെൻറ്റിമീറ്റർ മാത്രം ഉപയോഗിച്ച് എങ്ങനെ പറയാം? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണല്ലോ. അതായത് 1 സെൻറ്റിമീറ്ററിനെ 10 സമഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്നത് 1 സെൻറ്റിമീറ്ററിൻ്റെ 10-1 ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. 1 സെൻറ്റിമീറ്ററിനെ നമ്മൾ ചെറിയ 10 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/10 അല്ലെങ്കിൽ 10-1 ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1 മില്ലിമീറ്റർ സമം 1/10 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാം. എങ്കിൽ 3 മില്ലിമീറ്ററോ? 1 സെൻറ്റിമീറ്ററിനെ 10 സമഭാഗങ്ങളാക്കിയതിൽ 3 ഈ 3 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 3 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 3/10 തുല്യമാണ്. 3/10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പെൻസിലിൻ്റെ നീളം 7 3/10 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അതായത് 7 മീറ്ററും 3 മില്ലിമീറ്ററും എന്നുള്ളതിനെ സെൻറ്റിമീറ്റർ മാത്രമാക്കി പറയുമ്പോൾ 7 3/10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. ഇതിനെ ചുരുക്കി എഴുതാൻ നമുക്കൊരു മാർഗമുണ്ട്. എന്താണ്? 7 3/10 സെൻറ്റിമീറ്റർ എന്നതിന് 7.3 സെൻറ്റിമീറ്റർ എന്നെഴുതാം. അതായത് 7 കഴിഞ്ഞിട്ടൊരു ചെറിയ കുത്തിട്ടിട്ട് 3 7.3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന് നമ്മൾ ദശാംശ രൂപം എന്നാണ് പറയുക. അപ്പോൾ 7 3/10 എന്നതിന് 7.3 അല്ലെങ്കിൽ 7.3 എന്ന് നമുക്ക് പറയാം. 8 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്നുള്ളതിനെ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യകളുടെ രൂപത്തിൽ 8 7/10 സെൻറ്റിമീറ്റർ എന്നെഴുതാം, അല്ലെങ്കിൽ 8.7 സെൻറ്റിമീറ്റർ എന്നെഴുതാം. അങ്ങനെയെങ്കിൽ ഇനി ഈ ചോദ്യം ചെയ്തു നോക്കൂ. കൂട്ടുകാരുടെ പെൻസിലിൻ്റെ നീളം അളന്ന് പട്ടികയായി എഴുതുക. അപ്പോൾ അളന്ന് കിട്ടിയത് ഞാൻ ആദ്യം ഇവിടെ എഴുതുന്നുണ്ട്. ഓരോ കൂട്ടുകാരുടെയും പെൻസിലിൻ്റെ നീളം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ചെയ്യണം കേട്ടോ. നോക്കിക്കേ, ആദ്യത്തേത് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും. പിന്നെ അതിന് നമുക്ക് ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? 8 4/10 എന്നെഴുതാം. ദശാംശ രൂപത്തിൽ 8.4 എന്നെഴുതാം. രണ്ടാമത്തേത് 9 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും ആണ്. അതിനെ ഭിന്നസംഖ്യയുടെ രൂപത്തിൽ നമുക്ക് 9 1/10 എന്നെഴുതാം. ദശാംശ രൂപത്തിൽ 9.1 എന്നെഴുതാം. മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ സ്കെയിലിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ ആണ്, 0 മില്ലിമീറ്റർ. അപ്പോൾ അതിനെ ഭിന്നസംഖ്യയുടെ രൂപത്തിൽ നമുക്ക് എഴുതാനില്ല, 9 എന്ന് തന്നെ എഴുതാൽ മതി. ദശാംശ രൂപത്തിൽ 9.0, ദശാംശത്തിന് ശേഷം ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് 9.0 എന്ന് വേണമെങ്കിൽ എഴുതാം. നാലാമത്തേത് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. ഭിന്നസംഖ്യയുടെ രൂപത്തിൽ 8/10 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദശാംശ രൂപത്തിലോ 7.8 എന്ന് എഴുതാം. അവസാനത്തെ കുട്ടിയുടെ സ്കെയിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 9 മില്ലിമീറ്ററുമാണ്. അതിന് ഭിന്നസംഖ്യയുടെ രൂപത്തിൽ 5 9/10 എന്ന് നമുക്ക് എഴുതാം. ദശാംശത്തിൻ്റെ രൂപത്തിലോ 5.9 അല്ലെങ്കിൽ 5.9 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഏതെങ്കിലും പെൻസിലിൻ്റെ നീളം മില്ലിമീറ്റർ ഒന്നുമില്ലാതെ കൃത്യം സെൻറ്റിമീറ്റർ മാത്രമായി കിട്ടിയോ? നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ, 9 സെൻറ്റിമീറ്റർ എന്നുള്ളത്. ഉദാഹരണമായി 8 സെൻറ്റിമീറ്റർ നീളമുള്ള പെൻസിൽ. അതെങ്ങനെ ദശാംശ രീതിയിൽ എഴുതും? 8 സെൻറ്റിമീറ്റർ എന്ന് മാത്രം എഴുതിയാൽ തന്നെ മതി. ഇതിൽ ഭിന്നഭാഗം അതായത് മില്ലിമീറ്റർ ഒന്നുമില്ലാത്തതിനാൽ 8.0 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. തൽക്കാലം അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ദശാംശത്തിൻ്റെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതാം. ഒരു പെൻസിലിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററിനേക്കാൾ കുറയാനിടയില്ല.
പക്ഷേ അത്രയും നീളം കുറഞ്ഞ വേറെ വസ്തുക്കളുണ്ടല്ലോ. അതായത് തീരെ ചെറിയ ഈർക്കിൾ കഷ്ണം, കളിപ്പാട്ടങ്ങളിലും മറ്റുമുള്ള ചെറിയ സ്ക്രൂ, അതൊക്കെ 1 സെന്റിമീറ്ററിനെക്കാട്ടിലും നീളം കുറവായിട്ടുള്ള രീതിയിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവയുടെ നീളത്തെ എങ്ങനെ ദശാംശ രീതിയിൽ എഴുതും? ഉദാഹരണമായി നീളം 6 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 6/10 സെന്റിമീറ്റർ ആണ്. അതായത് നമ്മൾ സെന്റിമീറ്റർ ഇല്ലാതെ ആദ്യത്തെ ഒരു 10 മില്ലിമീറ്റർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ 9 മില്ലിമീറ്റർ എടുക്കുക. 10 മില്ലിമീറ്റർ ആകുമ്പോൾ 1 സെന്റിമീറ്റർ ആയല്ലോ. അപ്പോൾ 9 മില്ലിമീറ്റർ എടുക്കുക. അതിൽ നമുക്ക് സെന്റിമീറ്ററിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6 ആണ് കേട്ടോ. 6 മില്ലിമീറ്റർ മാത്രം എടുക്കുമ്പോൾ അതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ നമുക്ക് 6/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതായത് പൂർണ്ണമായിട്ടുള്ളൊരു സംഖ്യ ഒന്നുമില്ല, ഭിന്നസംഖ്യ മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ നീളത്തെ നമുക്ക് ദശാംശ രൂപത്തിൽ 0.6 സെന്റിമീറ്റർ എന്ന് എഴുതാം. പൂർണ്ണസംഖ്യ ഉണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ ആ പൂർണ്ണസംഖ്യ ഇട്ട് കൊടുക്കണം. 2 ആണോ 3 ആണോ 4 ആണോ എത്ര സെന്റിമീറ്റർ ആണോ അതിട്ട് കൊടുക്കണം. പക്ഷെ മില്ലിമീറ്ററിൽ മാത്രമാകുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. 0.6 സെന്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. ഇതുപോലെ 4 മില്ലിമീറ്റർ എന്നതിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കുമ്പോൾ 0.4 സെന്റിമീറ്റർ എന്നും 1 മില്ലിമീറ്റർ എന്നതിനെ 0.1 സെന്റിമീറ്റർ എന്നും എഴുതാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ മക്കളെ? ഇനി അളവുകൾ പലതരം. പെൻസിലും ജ്യാമിതി പെട്ടിയും പോലെയുള്ള വസ്തുക്കളുടെ നീളം സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും അളക്കാം. ഒരു ബെഞ്ചിന്റെയോ അല്ലെങ്കിൽ ഒരു മുറിയുടെയോ നീളം അളക്കാൻ മീറ്റർ സ്കെയിലോ ടാപ്പോ ഉപയോഗിക്കുന്നതാണ് സൗകര്യം. അതായത് സെന്റിമീറ്ററിനേക്കാൾ കുറച്ചുകൂടെ നീളം കൂടിയ അളവുകൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെയുള്ള അളവുകൾ അളക്കുന്നതിന് സൗകര്യം. കായിക മത്സരങ്ങളിൽ ചാടിയ ദൂരവും മറ്റും അളക്കുന്നതും നമ്മൾ മീറ്റർ സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പോ ഉപയോഗിച്ചാണ്. ഒരു ബെഞ്ചിന്റെ നീളം അളന്ന് നോക്കിയപ്പോൾ 2 മീറ്ററും 13 സെന്റിമീറ്ററുമാണെന്ന് കണ്ടു. ഇത് മീറ്റർ മാത്രമായി എഴുതുന്നത് എങ്ങനെയാണ് മക്കളെ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. തിരിച്ചു പറഞ്ഞാലോ, 1 സെന്റിമീറ്റർ എന്നത് 1 മീറ്ററിന്റെ 100-1 ഭാഗം അല്ലെങ്കിൽ 1/100 ആണ്. അതായത് 100-ൽ 1 മീറ്റർ അല്ലെങ്കിൽ 1/100 മീറ്റർ. നമ്മളിപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിന്റെ രൂപത്തിലേക്ക് എഴുതുമ്പോൾ 1/100 മീറ്റർ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ 13 സെന്റിമീറ്റർ എന്നാൽ എത്രയായിരിക്കും മക്കളെ? 13/100 മീറ്റർ ആണ്. അതായത് ഒരു മീറ്ററിനെ 100 കഷ്ണങ്ങളാക്കിയതിൽ 13 കഷ്ണമാണ് എന്ത്? 1 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് 13/100 മീറ്റർ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 2 മീറ്ററും 13 സെന്റിമീറ്ററും എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2/13/100 മീറ്റർ എന്ന് എഴുതാം. ഇത് ദശാംശ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 2.13 മീറ്റർ എന്നാണ് എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ 4 മീറ്റർ 78 സെന്റിമീറ്റർ എന്ന നീളത്തെ നമുക്ക് മീറ്റർ മാത്രമായി എങ്ങനെ എഴുതാം? ഭിന്ന രൂപത്തിൽ നമുക്കതിനെ 4/78/100 എന്നും ദശാംശ രൂപത്തിലാണെങ്കിൽ 4.78 മീറ്റർ എന്നും എഴുതാം. ഒരു മേശയുടെ നീളം അളന്നപ്പോൾ 1 മീറ്ററും 25 സെന്റിമീറ്ററും പിന്നെ ഒരു അല്പവും കണ്ടു. മിച്ചം വന്നത് മില്ലിമീറ്ററിൽ അളന്നപ്പോൾ 4 ആണ്. അതായത് 1 മീറ്റർ 25 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നാണ് ആ മേശയുടെ നീളം വരുന്നത്. ഇത് മീറ്ററിൽ മാത്രമായി എങ്ങനെ പറയാം മക്കളെ? നമുക്ക് ആദ്യം മീറ്ററിൽ കുറവായതെല്ലാം മില്ലിമീറ്ററിലേക്കാക്കാം. അതായത് മീറ്ററിൽ കുറവായത് ഇവിടെ 25 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് 25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണ്? 25 ഗുണിക്കണം 10 = 250 മില്ലിമീറ്റർ ആണ്. അതിലേക്ക് 4 മില്ലിമീറ്ററും കൂടെ കൂട്ടുക. അപ്പോൾ 254 മില്ലിമീറ്റർ ആണെന്ന് കിട്ടും. അതായത് 25 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ = 254 മില്ലിമീറ്റർ ആണെന്ന് കിട്ടും. പിന്നെ 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1/1000 മീറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 254 മില്ലിമീറ്റർ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 254/1000 മീറ്റർ എന്ന് എഴുതാം. അതായത് 1000-ൽ 254 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് എഴുതാം. 1 മീറ്ററും 254 മില്ലിമീറ്ററും എന്നത് ഭിന്ന രൂപത്തിൽ നമുക്ക് 254/1000 മീറ്റർ എന്ന് എഴുതാം. ഇത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 1.254 മീറ്റർ എന്നാണ് വരുന്നത്. 1 മീറ്റർ 20 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നതിൻ്റെ ദശാംശ രൂപം എന്താണ്? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം മക്കളെ? ഈ ചോദ്യം ആദ്യം ഇതിനെ 1 മീറ്റർ 204 മില്ലിമീറ്റർ എന്നാക്കാം. അതായത് 20 സെന്റിമീറ്റർ എന്നുള്ളതിനെ 200 മില്ലിമീറ്റർ എന്നും പിന്നെ ബാക്കിയുള്ള 4 മില്ലിമീറ്ററും 200 കൂട്ടണം 4 ചെയ്യുമ്പോൾ നമുക്ക് 204 മില്ലിമീറ്റർ എന്ന് വരും. അപ്പോൾ അതിനെ 1 മീറ്റർ 204 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഇതിനെ ഭിന്ന രൂപത്തിൽ 204/1000 മീറ്റർ എന്ന് എഴുതാം. ദശാംശ രൂപത്തിൽ 1.204 എന്ന് എഴുതാം.
മറ്റളവുകളിലും നമുക്കിങ്ങനെ എഴുതാം. ഉദാഹരണമായി 2 ലിറ്ററും 125 മില്ലി ലിറ്ററും എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? എത്ര മില്ലിമീറ്റർ ചേർന്നതാണ് മക്കളെ 1 ലിറ്റർ എന്ന് പറയുന്നത്? 1 ലിറ്റർ സമം 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആണ്. അതായത് 1000-ൽ 1 ലിറ്റർ ആണ്. അപ്പോൾ 2 ലിറ്ററും 125 മില്ലി ലിറ്ററും എന്നതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ 2 125/1000 ലിറ്റർ എന്നെഴുതാം. ദശാംശ രൂപത്തിൽ 2.125 എന്നും എഴുതാം. ഇതുപോലെ കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധം എങ്ങനെ പറയാം? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. എങ്കിൽ 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1/1000 കിലോഗ്രാം ആണ്. ഇതനുസരിച്ച് 5 കിലോഗ്രാം 375 ഗ്രാം എന്നതിൻ്റെ ഭിന്നരൂപം നമുക്ക് എങ്ങനെ എഴുതാം? 5 375/1000 എന്ന് എഴുതാം. ദശാംശ രൂപമാണെങ്കിൽ 5.375 കിലോഗ്രാം എന്നും എഴുതാം. ഇതുപോലെ പട്ടികയിലെ അളവുകളെ ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതാമോ? നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി നോക്കാം. പട്ടികയിലുള്ള സംഖ്യകൾ നോക്കൂ മക്കളെ. ആദ്യത്തേത് 2 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. അതിനെ ഭിന്നരൂപത്തിൽ എങ്ങനെ എഴുതാം? 2 3/10 സെന്റിമീറ്റർ ആണല്ലേ. ദശാംശ രൂപത്തിൽ 2.3 എന്ന് എഴുതാം. ഇനി 5 മില്ലിമീറ്റർ ആണെങ്കിൽ എങ്ങനെ സെന്റിമീറ്ററിൽ എഴുതാം? ഭിന്നസംഖ്യാ രൂപത്തിൽ 5/10 സെന്റിമീറ്റർ എന്നും ദശാംശ രൂപത്തിൽ 0.5 സെന്റിമീറ്റർ എന്നും എഴുതാം. 8 മീറ്റർ 35 മില്ലിമീറ്റർ എന്നതിനെ മീറ്ററിലേക്ക് ഭിന്നരൂപത്തിൽ എങ്ങനെ മാറ്റി എഴുതാം? 8 35/1000 മീറ്റർ എന്ന് എഴുതാം. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 8.35 മീറ്റർ എന്ന് എഴുതാം. അടുത്തത് 6 കിലോഗ്രാം 125 ഗ്രാം. അതിനെ ഭിന്നരൂപത്തിൽ 6 125/1000 എന്നെഴുതാം. ദശാംശ രൂപത്തിൽ 6.125 കിലോഗ്രാം എന്നെഴുതാം. അടുത്തത് 12 ലിറ്റർ 275 മില്ലി ലിറ്റർ. അതിനെ ഭിന്നരൂപത്തിൽ 12 275/1000 ലിറ്റർ എന്നും ദശാംശ രൂപത്തിൽ 12.275 ലിറ്റർ എന്നും എഴുതാം. അടുത്തത് 325 മില്ലി ലിറ്റർ. അതിനെ ഭിന്നരൂപത്തിൽ 325/1000 ലിറ്റർ എന്നും ദശാംശ രൂപത്തിൽ 0.352 ലിറ്റർ എന്നും എഴുതാം. തിരിച്ചു പറഞ്ഞാൽ 1.25 മീറ്റർ എന്നാൽ എത്ര സെന്റിമീറ്റർ ആണ്? നേരത്തെ പറഞ്ഞതനുസരിച്ച് 1.25 മീറ്റർ സമം 1 മീറ്ററും 25/100 മീറ്ററും അല്ലേ. അപ്പോൾ 1/25/100 മീറ്റർ ആണ്. സെന്റിമീറ്റർ ഉപയോഗിച്ചാൽ ഇത് ഭിന്നസംഖ്യ ഉപയോഗിക്കാതെ എഴുതാമല്ലോ. അതായത് 1/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. 25/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1.25 മീറ്റർ അല്ലെങ്കിൽ 25 മീറ്റർ എന്നാൽ 1 മീറ്റർ 25 സെന്റിമീറ്റർ ആണ്. ഇതിനെ സെന്റിമീറ്റർ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ 125 സെന്റിമീറ്റർ ആണ് എന്ന് പറയാം. ഇനി ഈ കണക്കുകൾ ചെയ്ത് നോക്കാം. ചോദ്യം 1. 1.75 മീറ്ററിനെ ഭിന്നരൂപത്തിൽ എഴുതുന്നത് എങ്ങനെ? ഇത് എത്ര മീറ്ററും സെന്റിമീറ്ററുമാണ്? സെന്റിമീറ്റർ മാത്രമായി പറഞ്ഞാൽ എങ്ങനെയാണ്? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 1 75/100 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇത് എത്ര മീറ്ററും എത്ര സെന്റിമീറ്ററുമാണ്? 1 മീറ്ററും 75 സെന്റിമീറ്ററുമാണ്. സെന്റിമീറ്റർ മാത്രമായിട്ട് എങ്ങനെ എഴുതാം? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കണം 100 സമം 100 സെന്റിമീറ്റർ ആണ്. പിന്നെ 75 സെന്റിമീറ്റർ വേറെയും. അപ്പോൾ 100 കൂട്ടണം 75 175 സെന്റിമീറ്റർ ആണ്. ചോദ്യം 2. 0.38 മീറ്ററിനെ ഭിന്നരൂപത്തിൽ എഴുതുന്നത് എങ്ങനെ? നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 0 ആണ്. അതായത് അതിന് തൊട്ട് മുന്നേട്ട് പൂർണ്ണസംഖ്യകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കതിനെ 38/100 എന്നെഴുതിയാൽ മതി. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 38 സെന്റിമീറ്റർ ആണ്. ചോദ്യം 3. അതിൽ ചോദ്യം 3.275 കിലോഗ്രാം എന്നതിനെ ഭിന്നരൂപത്തിൽ എങ്ങനെ എഴുതാം? 3 275/1000 എന്നാണ് എഴുതുന്നത്. ചോദ്യം ബി. കിലോഗ്രാമും ഗ്രാമുമായി എങ്ങനെ എഴുതാം? 3 കിലോഗ്രാം 275 ഗ്രാം അങ്ങനെയാണ് എഴുതുന്നത്. ഇനി ഗ്രാം മാത്രമായി എങ്ങനെ എഴുതാം? 3 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഗുണിക്കണം 1000 സമം എത്ര ഗ്രാമാണ്? 3000 ഗ്രാമാണ്. 3000 കൂട്ടണം 275 3775 ഗ്രാമാണ്. ചോദ്യം 4. ചുവടെയുള്ള പട്ടിക പൂരിപ്പിക്കുക. നമുക്കവിടെ ദശാംശ രൂപത്തിൽ ചില സംഖ്യകൾ ഭിന്നം ഉപയോഗിച്ച് ഭിന്നമില്ലാതെ അങ്ങനെ 3 രീതിയിലാണ് സംഖ്യകൾ എഴുതിയിട്ടുള്ളത്. അതിൽ വിട്ടുപോയ ഭാഗമാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യത്തേത് നോക്കൂ. 7.3 സെന്റിമീറ്ററിനെ ഭിന്നം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 7 3/10 സെന്റിമീറ്റർ ആണ്. ഭിന്നമില്ലാതെയോ? 7 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ, അതായത് 73 മില്ലിമീറ്റർ എന്നെഴുതാം.
ഇനി 3.5 സെൻറ്റിമീറ്ററിനെ ഭിന്നം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 3/5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഭിന്നമില്ലാതെ 3 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് എഴുതാം. അതായത് 35 മില്ലിമീറ്റർ. അടുത്ത സംഖ്യ നമുക്ക് ദശാംശ രൂപത്തിലും ഭിന്ന രൂപത്തിലും തന്നിട്ടില്ല. പിന്നെ ഭിന്നമില്ലാതെ ഒരെണ്ണം മാത്രം തന്നിട്ടുള്ളൂ. എത്ര മില്ലിമീറ്റർ ആണെന്നല്ലേ? 7 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 0 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ ആണ്. അതെത്ര സെൻറ്റിമീറ്ററാണ് മക്കളെ ഭിന്നം ഉപയോഗിച്ച് എഴുതുമ്പോൾ? 7/10 സെൻറ്റിമീറ്റർ ആണ്. ദശാംശ രൂപത്തിൽ നമുക്ക് 0.7 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്തത് 5.42 മീറ്റർ ആണ്. അതിനെ ഭിന്നം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 5/42 മീറ്റർ എന്ന് എഴുതാം. 5 മീറ്ററും 42 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് എഴുതുമ്പോൾ 542 സെൻറ്റിമീറ്റർ. അടുത്ത സംഖ്യ നമുക്ക് ഭിന്നരൂപത്തിൽ മാത്രം തന്നിട്ടുണ്ട്. എത്രയാണ്? 10/27 മീറ്റർ ആണ്. അപ്പോൾ അതിനെ ദശാംശ രൂപത്തിൽ ആദ്യം എഴുതാം. എളുപ്പമാണ്. 10.27 ആണ്, 27 ആണ്. ഇനി ഇത് എത്ര മീറ്ററും എത്ര സെൻറ്റിമീറ്ററുമാണ്? 10 മീറ്ററും 27 സെൻറ്റിമീറ്ററുമാണ്. സെൻറ്റിമീറ്ററിലേക്ക് മാത്രമാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 10 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ഗുണിക്കണം 100 = 1000 സെൻറ്റിമീറ്റർ ആണ്. 1000 കൂട്ടണം ഈ 27 സെൻറ്റിമീറ്ററും. അപ്പോൾ 1027 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് 6.875 കിലോഗ്രാം ആണ്. അതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ 875/1000 കിലോഗ്രാം എന്നെഴുതാം. അതായത് 6 കിലോഗ്രാമും 875 ഗ്രാമുമാണത്. ആകെ ഗ്രാമിലേക്ക് എങ്ങനെ എഴുതാം? 6 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം 1000 = 6000 ഗ്രാമാണ്. അതേ കൂട്ടണം 875 ഗ്രാം. അപ്പോൾ 6875 ഗ്രാമാണ്. അവസാനത്തേത് നമുക്ക് 432 ഗ്രാം എന്നാണ് തന്നിട്ടുള്ളത്. 432 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ 0 കിലോഗ്രാമും 432 ഗ്രാമുമാണുള്ളത്. ഭിന്ന രൂപത്തിൽ നമുക്കതിനെ 432/1000 കിലോഗ്രാം എന്നെഴുതാം. ദശാംശ രൂപത്തിലോ 0.432 കിലോഗ്രാം എന്നെഴുതാം. അടുത്തത് നമുക്ക് 3.425 ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. ഭിന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/425/1000 ലിറ്റർ ആണ്. അതായത് 3 ലിറ്റർ 425 മില്ലി ലിറ്റർ. ആകെ എത്ര മില്ലി ലിറ്റർ ഉണ്ട്? 3 ലിറ്റർ എന്ന് വെച്ചാൽ 3 ഗുണിക്കണം 1000 = 3000. അതിലേക്ക് 425 കൂടെ കൂട്ടുക. അപ്പോൾ 3425 മില്ലി ലിറ്റർ. അവസാനത്തേത് 5763 മില്ലി ലിറ്റർ ആണുള്ളത്. അതായത് 5 ലിറ്ററും 763 മില്ലി ലിറ്ററുമാണത്. ഭിന്ന രൂപത്തിൽ നമുക്ക് 5/763/1000 എന്നും ദശാംശ രൂപത്തിൽ 5.763 എന്നും എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അളവ് കണക്ക് എന്നുള്ള 7ാമത്തെ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്